അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ചിതറിക്കിടക്കുന്ന 10 കുഞ്ഞൻ ദ്വീപുകൾ ചേർന്ന ഒരു ദ്വീപ സമൂഹം. അവിടുത്തെ ജനസംഖ്യ വെറും 5 ലക്ഷം മാത്രം. പക്ഷേ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അവരെക്കുറിച്ചാണ്. മറ്റാരുമല്ല, കേപ്പ് വെർദെ. അവർ ലോക ഫുട്ബോളിന്റെ മഹാവേദിയിൽ അത്ഭുതം തീർത്തിയിരിക്കുകയാണ്. 3 മത്സരങ്ങളിൽ കളിച്ചു. ആ 3ലും സമനില. അതും ചില്ലറക്കാരെയല്ല സമനിലയിൽ പിടിച്ചു കിട്ടിയത്. ലോക ചാമ്പ്യന്മാരായ 2 തവണ ലോകകപ്പ് നേടിയ യുറുഗ്വേ, 1 തവണ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ, കഴിഞ്ഞ തവണ അർജന്റീനയെ പോലും വിറപ്പിച്ച സൗദി അറേബ്യ. ഈ പ്രമുഖരെയെല്ലാം തോൽവിയോളം പോകുന്ന സമനിലയിലേക്ക് തള്ളിവിട്ട് അവർക്ക് ജയത്തോളം പോകുന്ന സമനില നേടിക്കൊണ്ട് കേപ്പ് വെർദെ അങ്ങനെ അടുത്ത റൗണ്ടിലേക്ക് നോക്കൌട്ടിലേക്ക് മുന്നേറുകയാണ്. വെറുതെ അങ്ങ് മടങ്ങാൻ വന്നവരല്ലെന്ന് തെളിയിക്കുന്ന കേപ്പ് വെർദെക്ക് ഇനി മുന്നിലുള്ളത് സാക്ഷാൽ അർജന്റീനയാണ്. അവിടെയും ലോക ചാമ്പ്യന്മാർ വിറച്ചിരിക്കണം, ഇല്ലെങ്കിൽ കരുതിയിരിക്കണം. കേപ്പ് വെർദെയെ ചെറുതായി കാണാനില്ലാവില്ല എന്ന് തന്നെ. കുഞ്ഞൻ മീനായിരിക്കില്ല കേപ്പ് വെർദെ എന്ന് നമുക്ക് നന്നായി അറിയാം. കേപ്പ് വെർദെയുടെ വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. ചരിത്രം കുറിച്ചിരിക്കുകയാണ് കേപ്പ് വെർദെ. നിർണായക മത്സരത്തിൽ സൗദി അറേബ്യക്കെതിരെ ഗോൾ രഹിത സമനില നേടിയാണ് നോക്കൌട്ടിലേക്ക് മുന്നേറിയിരിക്കുന്ന കേപ്പ് വെർദെ. ഗ്രൂപ്പ് എച്ചിലെ മറ്റൊരു മത്സരത്തിൽ ഉറുഗ്വേയെ തോൽപ്പിച്ച സ്പെയിനും നോക്കൌട്ടിലെത്തി. അതേസമയം ഉറുഗ്വേ 2 തവണ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള ഉറുഗ്വേ പുറത്തായി കഴിഞ്ഞു. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അക്ഷയ് മോഹൻ ചേരുന്നുണ്ട്. അക്ഷയ്, കേപ്പ് വെർദെയുടെ സന്തോഷം, അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകം. ഒറ്റ മത്സരം പോലും തോൽക്കാതെ ഒരുപക്ഷെ ഈ ലോകകപ്പിന് അവർ എത്തുമ്പോൾ എത്ര ഗോൾ വഴങ്ങിക്കൂട്ടും. അവർക്കെതിരെ ഗോൾ അടിച്ചു കൂട്ടാൻ കാത്തിരുന്നവരാണ് അവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന സ്പെയിനും ഉറുഗ്വേയും സൗദി അറേബ്യയും പോലെ. പക്ഷേ ഗോളടിക്കാൻ വിട്ടില്ലെന്ന് മാത്രമല്ല, ഒറ്റ കളിയിൽ പോലും തോൽക്കാതെ, അതാണ് എടുത്തു പറയേണ്ടത്. ഒറ്റ മത്സരം പോലും തോൽക്കാതെ അങ്ങനെ കേപ്പ് വെർദെ മുന്നേറുന്നു അടുത്ത ഘട്ടത്തിലേക്ക്. തീർച്ചയായും അനിൽ, അത് തന്നെയാണ്. കേപ്പ് വെർദെ ഈ ലോകകപ്പിലേക്ക് എത്തുമ്പോൾ ഒരു കുഞ്ഞൻ ടീം ലോകകപ്പിൽ കളിക്കുന്നു. അവരെ കളിച്ച ശേഷം പ്രത്യേകിച്ച് അവരുടെ ഗ്രൂപ്പിലെ എതിരാളികളുടെ ഒക്കെ ബലം വെച്ച് അവർ ഗ്രൂപ്പിനപ്പുറം കടക്കില്ലെന്നായിരുന്നു എല്ലാവരുടെയും കണക്കുകൂട്ടൽ. എന്നാൽ ആ കണക്കുകൂട്ടലൊക്കെ പൂർണ്ണമായി തെറ്റിച്ചുകൊണ്ട് ഗ്രൂപ്പ് എച്ചിൽ നിന്ന് കേപ്പ് വെർദെ 2ാം സ്ഥാനക്കാരായി ലോകകപ്പിന്റെ നോക്കൌട്ടിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വിസ്മയം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആദ്യ മത്സരത്തിൽ സ്പെയിനോട് ജയത്തോളം പോകുന്ന ഒരു സമനില, ലോക ചാമ്പ്യന്മാരായ സ്പെയിനെ പിടിച്ചു കിട്ടിയ മുസീഞ്ഞ എന്ന ഗോൾ കീപ്പറുടെ ബലത്തിൽ അവർ ആദ്യ കളിയിൽ സമനില നേടി. 2ാം മത്സരത്തിൽ യുറുഗ്വേക്കെതിരെയും ആദ്യ മത്സരം ഗോൾ രഹിത സമനിലയായിരുന്നു. 2ാമത്തെ മത്സരത്തിൽ 2 ഗോൾ വീതം നേടി. യുറുഗ്വേക്കെതിരെ 2 ഗോൾ നേടി. 1 ഗോളിന് പിന്നിട്ട ശേഷമായിരുന്നു അവരുടെ രണ്ടാം പകുതിയിൽ തിരിച്ചുവരവ് അടക്കം കണ്ടത്. 3ാം മത്സരത്തിൽ ഇന്ന് സൗദി അറേബ്യ, കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീനയെ വിറപ്പിച്ച സൗദി അറേബ്യയെ പിടിച്ചു കിട്ടി ഒരു ജയത്തോളം വന്നൊരു സമനില നേടിയവർ ലോകകപ്പിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഏറ്റവും വലിയ അത്ഭുതമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു കുഞ്ഞൻ ദ്വീപ്, ഒരു 5.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് നിന്ന് അവരെത്തി, ലോകവേദിയിലെത്തി, ലോക ചാമ്പ്യന്മാരെ ആകെ പിടിച്ചു കെട്ടിയാണ് അവർ ഈ നോക്കൌട്ട് പ്രവേശം നേടിയിരിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണ്. ഇത് ഒരു വിജയം അവർ അർഹിച്ചിരുന്നു. ചില നിർണായകമായ നീക്കങ്ങളടക്കം നടത്തിയിരുന്നു. സൗദി വിറപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് പുറത്തെടുത്തത്. പക്ഷേ ഫിനിഷിങ്ങിലെ ചില പോരായ്മകൾ അവർക്ക് ഗോളിലേക്ക് എത്താനായില്ല. അത് തന്നെയാണ് തിരിച്ചടിയായതും. എങ്കിൽ പോലും 3 മത്സരത്തിൽ നിന്ന് 3 സമനിലയുമായി ഗ്രൂപ്പ് എച്ചിൽ നിന്ന് സ്പെയിന്റെ മുന്നേറ്റവും നമ്മൾ അതേ ഗ്രൂപ്പിൽ നിന്ന് കണ്ടു. ഗ്രൂപ്പ് എച്ചിൽ നിന്ന് ചാമ്പ്യന്മാരായി, മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ മുന്നേറുകയാണ്. ഉറുഗ്വേയെ എതിരില്ലാത്ത 1 ഗോളിനാണ് തോൽപ്പിച്ചത്. ആ മത്സരത്തിന്റെ വിശേഷങ്ങളിലേക്ക്. അതിൽ കഴിഞ്ഞ 2010 കിരീടം നേടിയ ശേഷം സ്പെയിൻ്റെ പിന്നീട് അങ്ങോട്ടുള്ള ലോകകപ്പ് അത്ര ഭംഗിയുള്ളതായിരുന്നില്ല. അവർ മടക്കാൻ ആഗ്രഹിക്കുന്ന ലോകകപ്പുകളായിരുന്നു പിന്നീട് കഴിഞ്ഞത്. അതിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊണ്ട്, ആ വീഴ്ചയിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് അവർ ഇപ്രാവശ്യം കൃത്യമായിട്ട് ഇറങ്ങി. ആദ്യ മത്സരത്തിൽ സമനില നേടി. 2ാം മത്സരത്തിൽ സമനില പിണഞ്ഞെങ്കിൽ 2ാം മത്സരത്തിൽ സൗദിയെ തകർത്തു. ഇന്നിപ്പോൾ 3ാമത്തെ മത്സരത്തിൽ ശക്തരായ യുറുഗ്വേ, 2 വട്ടം ചാമ്പ്യന്മാരായ യുറുഗ്വയെ എതിരില്ലാത്ത 1 ഗോളിനാണ് അവർ തോൽപ്പിച്ചത്. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ അലക്സ് ബെയനെ നേടിയ ഒരൊറ്റ ഗോളിന്റെ ബലത്തിലാണ് അവരുടെ ജയം. പ്രത്യേകിച്ച് ഗോളിയുടെ മുസ്ലേര എന്ന യുറുഗ്വേയുടെ വെറ്ററൻ ഗോളിയുടെ പിഴവിൽ നിന്നായിരുന്നു ബയന ആദ്യ പകുതിയിൽ ഗോൾ നേടിയത്. ആ പിഴവിന് ശേഷം ഗോൾ കീപ്പറെ അടക്കം പിൻവലിക്കുന്ന കാഴ്ച കണ്ടു. യുറുഗ്വേയും 2 തവണ ലോക ചാമ്പ്യന്മാരായിരുന്നു. പക്ഷെ അവർക്ക് അതിനടുത്ത പ്രകടനം ഈ ലോകകപ്പ് ഇതുവരെ പുറത്തെടുക്കാനായില്ല. 1 മത്സരം പോലും വിജയിക്കാതെയാണ് അവർ തിരികെ നാട്ടിലേക്ക് മടങ്ങുന്നതും. സ്പെയിൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത. ലെമിൻ യമാൽ എന്ന താരം, അതോടൊപ്പം എയർസബൽ അടക്കമുള്ള താരങ്ങളുടെ പ്രകടനവും അവരുടെ ഈ ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരത്തിൽ നിർണായകമായി. അവർ ഗ്രൂപ്പ് എച്ചിൽ നിന്ന് ചാമ്പ്യന്മാരായി തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.